ഗായ്സ് ഞാനിപ്പോൾ ചിക്കമംഗളൂർ എന്ന് പറഞ്ഞ സിറ്റിക്ക് അകത്താണ് ഗായ്സ്. സിറ്റിക്കകത്താണ്. ഇവിടെ വാട്ടർഫോൾസ് ഒക്കെ ഒന്ന് പോകാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഗോഡൌണി ലോഡ് കയറ്റുന്ന സമയത്ത് ഒന്ന് പോകാൻ പറ്റുമോയെന്ന് നോക്കട്ടെ. നോക്കിയിട്ട് അവിടെ ചെന്നിട്ട് വീഡിയോസ് ഇടാം. കമ്പനി ഗോഡൌണിൽ ചെന്നിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അവിടെ പുറത്തോട്ട് പോകാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല. കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പോവുകയാണ്. 6 കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ ഗോഡൌൺ. എനിക്ക് ഇവിടെ നിന്ന് വെച്ച് പണി കിട്ടി കാശ്. എൻ്റെ ഡീസൽ വഴി തീർന്നിട്ട് വഴി കിടന്ന് ഡീസൽ ഞാൻ മേടിച്ച് അതിനകത്ത് ഒഴിക്കാൻ ഡീസൽ ബോട്ടിൽ കുപ്പിയും ഫാനൊന്നും അതിൻ്റെ അകത്ത് കയറാത്ത സിറ്റുവേഷനായിരുന്നു. ഞാൻ പൈപ്പ് മേടിച്ച് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ബോട്ടിൻ്റെ കന്നാസിൻ്റെ അകത്ത് ഇട്ടിട്ട് വലിച്ചിട്ട് വരുന്നില്ല. ആദ്യം വലിച്ചിട്ട് വരുന്നില്ല. അതാണ് പിന്നെ അവിടുന്ന് ഞാൻ ചെറിയ 5 ലിറ്ററിൻ്റെ കുപ്പിയിലോട്ട് മാറ്റി ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഓസിട്ട് വലിച്ചപ്പോഴത്തേക്ക് വലിക്കുന്ന വരവിൽ ഉള്ള ഡീസൽ കുറച്ച് വാങ്ങിപ്പോയി വിഴുങ്ങിപ്പോയി. ഞാൻ കുറച്ച് അതിട്ട് എല്ലാം ഫില്ല് ചെയ്ത് ഞാൻ ഓടി ഒരു 10-25 കിലോമീറ്റർ ഉള്ളായിരുന്നു ലൊക്കേഷൻ എത്താൻ, ചിക്കമംഗളൂർ ലൊക്കേഷൻ എത്താൻ. അപ്പോഴത്തേക്കും എനിക്ക് വയറ്റ് വേദനയും തലകറക്കമൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല. ഞാൻ ഒരുവിധം ഉരുട്ടി ലൊക്കേഷൻ കൊണ്ടുവന്ന് വണ്ടി എത്തിച്ച് വണ്ടിക്കാന്ന് ഞാൻ ഡോറ് തുറന്ന് ഒരു സ്റ്റെപ്പ് വെച്ച മാത്രമേ ഓർമ്മയുള്ളൂ. ഞാൻ കറങ്ങി അടിച്ച് താഴെ വീണ്. അവിടുന്ന് അവിടെയുള്ളവരെല്ലാം കൂടെ പൊക്കിയെടുത്ത് വെള്ളമൊക്കെ തളിച്ച് എന്നെ നേരെ അവിടെ മാറ്റിയിരുത്തി. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ അവിടെ മാറി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ അവിടെ കുറച്ച് നേരം കിടന്ന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ 1 മണിയായപ്പോൾ ഞാൻ കിടന്നിട്ട് പൊങ്ങുന്നത് വൈകുന്നേരം 5 മണിയായപ്പോഴാണ് പൊങ്ങുന്നത്. ബോധം പോയി. എന്നിട്ട് 5 മണിയായപ്പോൾ പൊങ്ങിയിട്ട് കഴിഞ്ഞ് ഞാൻ പിന്നെ എഴുന്നേറ്റ് വെള്ളമൊക്കെ തപ്പം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും എനിക്ക് വണ്ടിക്കകത്ത് കയറി ഇന്ന് കഴിഞ്ഞപ്പോൾ പിന്നെയും തലകറക്കം വന്നു. അങ്ങനെ ഞാനിവിടെ ചിക്കമംഗളൂർ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി. അവിടെ ചെന്ന് ട്രിപ്പൊക്കെ ഇട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് നിസാര ഡീസലിൻ്റെ സംഭവമാണ്. ഡീസൽ ഒഴിച്ച് ഇട്ട് ഡീസൽ കമ്പനിയാണ് ഡീസൽ അടിച്ചു തരാത്തതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ കമ്പനി. ഡീസൽ ഒരു മെഡിസിൻ കമ്പനി ആണെങ്കിലും ഡീസൽ അടിക്കുന്നില്ല. ഡീസൽ അവർ പൈസ ലാഭിക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടി ചെയ്തതാണ്. ഞാൻ കുപ്പിയൊക്കെ ഒഴിച്ച് ഞാൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ സഹായം കൂടെ വേണം. റോഡിൻ്റെ സൈഡിൽ കിടന്ന് ഞാൻ 2-3 പേരെയൊക്കെ വിളിച്ചു നോക്കി. ഒരാൾക്കും സമയമില്ല, എല്ലാവരും വിട്ടുപോവാണ്. ലാസ്റ്റ് ഞാൻ അങ്ങനെ ചെയ്ത് ആശുപത്രിയിലായി. ഇപ്പോൾ ഇന്നലെ രാത്രി തന്നെ കിടന്ന് അവിടെ 10,000-2,000 രൂപ ആയി. അതെൻ്റെ ശമ്പളത്തിൽ നിന്ന് കട്ടാവും. അപ്പം അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു കമ്പനിയുടെ ബ്രാഞ്ചിലെ ആൾ വന്ന് ഇവിടെ ആരും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ആൾ വന്ന് അങ്ങനെ അവിടുന്ന് അവർ പിന്നെ അഡ്മിറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞാൻ വണ്ടിക്കകത്ത് മാറി കിടന്ന് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. തൊണ്ടയ്ക്കകത്ത് ഭയങ്കര വേദന, ഊത്തൽ പോലെ. ലാസ്റ്റ് ഞാൻ വണ്ടിക്കകത്ത് തന്നെ കിടന്നു. രാവിലെ ഒന്നുകൂടെ ആശുപത്രിയുടെ വാതിക്കത്തെ ഹോസ്പിറ്റലിൻ്റെ വാതിക്കൽ തന്നെയായിരുന്നു ഇത്ര നേരം ഞാൻ കിടന്നത്. അവിടുന്ന് ഞാൻ നേരെ ഇപ്പോഴാണ് ഞാൻ ലോഡി സ്പോട്ടിലോട്ട് പോകുന്നത്. 6 കിലോമീറ്റർ ഉണ്ട് ലോഡി സ്പോട്ടിലോട്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സീനറിക്കുള്ള സ്ഥലമാണ്, മലയാണ്. അപ്പം ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, എൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് മലയാണ്. അവിടെയാണ് വാട്ടർ ഫോൾസൊക്കെ ഉള്ളതെന്നാണ് പറയുന്നത്. ഇവിടെ ബാംഗ്ലൂർ വണ്ടികൾ ഒരുപാട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. വണ്ടി കൊണ്ട് എനിക്ക് അവിടെ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുവാണെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ വീഡിയോ പിടിച്ച് ഞാൻ അതിൻ്റെ അകത്തോട്ടിടാം. ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച എനിക്ക് പണി കിട്ടിയത്. എന്നെ ഫോണടിച്ച് വെട്ടുന്ന എല്ലായിടത്തും ഉണ്ട്. അതിന് ഫോണുണ്ടെങ്കിൽ ഭയങ്കര 9 ആളാണെന്നുണ്ടെങ്കിൽ
ഇവിടെ ഓട്ടോക്കാർക്ക് ഒരു കൂസലുമില്ല. ബാംഗ്ലൂർ സിറ്റിക്കകത്ത് ഒന്ന് കുത്തിക്കയറ്റലാണ്. മൊത്തം സിറ്റി മാപ്പാണ്. മലയും സിറ്റിയും കായലും തോട് പോലെ ഇത് ആറ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറേ ആന വരുന്നുണ്ട്. ആന ഹോണടിച്ച് വരട്ടുന്നുണ്ട്. ആനക്ക് ഞാൻ സൈഡ് കൊടുത്ത് ആനക്കൊരു ഹായ് കൊടുത്ത്. അപ്പുറത്തെ സിറ്റിയാണ് ചിക്കമംഗലൂർ സിറ്റിയാണ്. സിറ്റി നടുക്ക് ആണ്. കൂടെ ഞാനിങ്ങനെ പോവുകയാണ്. റൈറ്റ് സൈഡിൽ മലയുണ്ട്, ലെഫ്റ്റ് സൈഡിലും മലയുണ്ട്. ഇവിടെ വാട്ടർ ഫോൾസിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ എൻ്റെ ചിക്കമംഗലൂർ മാപ്പിട്ടപ്പോഴത്തേക്ക് അതിൻ്റെ അത് വാട്ടർ ഫോൾസിൻ്റെ ഒക്കെ പടം വന്നായിരുന്നു. കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അത് പോയി ഇവിടെ 2-3 പേർക്ക് ചോദിച്ചപ്പോൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. 10 കിലോമീറ്റർ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒന്ന് പോയി കണ്ടാക്കൊള്ളാമെന്നുണ്ട്. ഇവിടെ ബാംഗ്ലൂർ അത് ലോഡ് കയറ്റി നടത്തി ഒന്ന് ചെന്ന് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെയാ സംഭവം. ഇവിടെ ചിക്കമംഗലൂർ എന്തിൻ്റെ ഏരിയ എന്ന് അറിഞ്ഞൂടെ. അപ്പം ഫ്രൂട്ട്സൊക്കെ ആണോ തോന്നുന്നു. ഫസ്റ്റ് അല്ലേ ബാംഗ്ലൂർ തന്നെ കുറച്ചേ ആയിട്ടുണ്ട്. ബാംഗ്ലൂർ ഫസ്റ്റ് പ്രാവശ്യമായിരുന്നു. ലോഡ് എന്താണെന്ന് അറിയില്ല. ലോഡ് ടാസ്ക് ആണെന്ന് അറിയില്ല. എന്ത് ലോഡാന്ന് അറിയില്ല. പിന്നെ കുറച്ച് വള്ളി കേസ് കിട്ടൊക്കെ ഉണ്ട്. ഞാൻ പതിയെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടി വരും. കമ്പനിയുടെ പ്രതികരണങ്ങൾ പോലെ ഇരിക്കും. അത് പറയാൻ വേണ്ടി വീഡിയോ ഇട്ടാണ് ഗൈസ്. വീഡിയോ പിടിച്ചാണ് ഗൈസ്. അപ്പോൾ സിറ്റിക്കകത്ത് ഞാൻ എൻട്രി ആയിട്ടുണ്ട് ഗൈസ്. അത് വിളിച്ചപ്പോഴേ പ്രത്യേകം പറഞ്ഞ് ഗലിക്കകത്തൂടെ പോവുകയാണ്. അപ്പം സ്ലോയിലേ പോകാവുള്ളെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഗലി എത്താറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. ഗലിക്കകത്തോട്ട് കയറാനായിട്ട് പോവുകയാണ്. 200 മീറ്റർ ഏതാണ്ടേ ഉള്ളു. നോക്കട്ടെ, ഗലിക്കകത്തോട്ട് കയറുന്ന വീഡിയോസ് കൂടെ നിങ്ങൾ കാണണ്ടേ. 230 മീറ്റർ. അവിടെ സിഗ്നൽ കാണുന്നുണ്ട്. അവിടെ ഇടത്തോട്ടാണെന്ന് തോന്നുന്നു. ചിക്കമംഗലൂർ സിറ്റിയാണ്. സിഗ്നലിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ട് പോകാനാണ് കാണിക്കുന്നത്. അങ്ങോട്ട് ഞാൻ തിരിയുകയാണ്. അവിടെ വണ്ടി വിട്ട് തീരുന്നത് 600 മീറ്റർ പോയിട്ട് വൈറ്റു. ഇതിക്കകത്ത് 10, 15, 20 മറ്റേതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ലൊക്കേഷൻ നോക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് ലൊക്കേഷനും വീഡിയോയും കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല.
അതുകൊണ്ട് ഞാൻ തിരിച്ചിറങ്ങുമ്പോഴുള്ള വീഡിയോസ് ഞാൻ പിടിച്ചിട്ട് ഇടാം ഗൈസ്.